സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്കെതിരായ കേസിൽ വിവരങ്ങൾ മറച്ചുവെക്കാൻ സർക്കാർ നീക്കം. കെ രമ MLA നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിലവിൽ മറുപടി ലഭ്യമല്ലെന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതായുമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. 2016 മുതൽ നാളിതുവരെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നാണ് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചത്. ജനം TVയിലെ അടക്കം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസുകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ ഒളിച്ചുകളി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്യാം കങ്കാലിൽ ചേരുന്നു. ശ്യാമ, എന്തുകൊണ്ടായിരിക്കാം കൃത്യമായിട്ട് വിവരങ്ങൾ നൽകാത്തത്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വകുപ്പിന് ഇത് ശേഖരിക്കാൻ, അതായത് കെ രമ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ആഭ്യന്തര വകുപ്പിന് അധികം സമയമൊന്നും ആവശ്യമില്ല. 24 മണിക്കൂറിനകം തന്നെ ആഭ്യന്തര വകുപ്പിന് ഏതൊക്കെ മാധ്യമപ്രവർത്തകരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് എന്ന് കണക്ക് സഹിതം ആഭ്യന്തര വകുപ്പിന് വിവരങ്ങൾ നൽകാൻ സാധിക്കും. പക്ഷേ ഒളിച്ചുകളി എന്തുകൊണ്ടായിരിക്കും? നിയമസഭാ രേഖകളിൽ ഇത് വരരുത് എന്ന നിർബന്ധ ബുദ്ധിയാണോ സർക്കാരിനെ കൊണ്ടിങ്ങനെ ചെയ്യിക്കുന്നത്? അനിൽ നമ്പ്യാർ ഒരുപക്ഷെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സഭാരേഖകളിൽ ഇക്കാര്യം വരരുത് എന്നൊരു താല്പര്യം ചിലപ്പോൾ സർക്കാരിനുണ്ടാകാം. ആ ഒരു കാര്യം മുൻകൈ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആകാം ഒരുപക്ഷെ സഭാരേഖകളിൽ നിന്നും ഈ വിവരം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്കെതിരായ കേസുകൾ ഈ 2016 മുതൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിൽ കൃത്യമായ കണക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ ആ കണക്കുണ്ടെങ്കിൽ തന്നെ അത് എന്തുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കുന്നില്ല, അതിന് മറുപടി പറയുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കെ രമ MLA ചോദിച്ച ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി വിവരം ശേഖരിച്ചു വരുന്നേയുള്ളൂ, നിലവിൽ അതിൻ്റെ വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ള മറുപടി നൽകിയത്. 2016 മുതൽ നമുക്കറിയാം, 2016 മുൻപ് അത്രയും കേസുകൾ മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്തിരുന്നില്ല. 2016 ശേഷം നിസ്സാര സംഭവങ്ങളുടെ പേരിൽ പോലും മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടന്നിരുന്നു. 2016 ശേഷവും ഈ അടുത്ത് ജനം TVക്കെതിരായ കേസ് പോലും അത് ആസൂത്രിതമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിരുന്നു. കാരണം ഒരു കൃത്യമായ പ്രതിഷേധം നടക്കുന്നു, ആ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തകർ അവിടെ മറ്റു മാധ്യമങ്ങൾ ഉണ്ടായിട്ട് കൂടിയും ജനം TVയുടെ റിപ്പോർട്ടർമാരെയും ക്യാമറാമാനെയും ഡ്രൈവറെയും അടക്കം പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്ന നടപടികളിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാരിനെതിരായ സമരങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അത് ആ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നത് വലിയ ഖേദകരമായ ഒരു അവസ്ഥ കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് 2016 മുതൽ സർക്കാർ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് സ്വീകരിച്ചിട്ടുള്ള കേസുകൾ, അതിനെതിരെയുള്ള നടപടികൾ, ശിക്ഷാ നടപടികൾ തുടർന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കെ രമയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി നിലവിൽ ലഭ്യമല്ലെന്നും സർക്കാർ അത് സംബന്ധിച്ച വിവരങ്ങൾ ആഭ്യന്തര വകുപ്പ് ശേഖരിച്ചു വരുന്നതേയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ നൽകിയ മറുപടി. കെ രമ ചോദിച്ച പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ ഇതാണ്. 2016 പുതിയ സർക്കാർ അധികാരമേറ്റത് മുതൽ നാളിതുവരെ മാധ്യമപ്രവർത്തകർക്കെതിരെയും മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും ഫയൽ ചെയ്തിട്ടുള്ള ആകെ കേസുകൾ എത്രയാണ്? വർഷം തിരിച്ചുള്ള കണക്ക് ലഭ്യമാകുമോ എന്ന് അവർ ചോദിച്ചിരുന്നു. പക്ഷേ അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത് വിവരം ശേഖരിച്ചു വരുന്നു എന്നുള്ളത് മാത്രമാണ്. കാരണം 2016 മുതൽ ആഭ്യന്തര വകുപ്പിൻ്റെയിൽ അത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്കില്ല എന്നതാണ് മുഖ്യമന്ത്രി സഭയിൽ തന്നെ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ സഭാ രേഖകളിൽ നിന്നും മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടും ഈ വിവരങ്ങൾ, മാധ്യമപ്രവർത്തകർക്ക് എതിരായി എടുത്തിട്ടുള്ള കേസുകളുടെ വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള സർക്കാർ നീക്കമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ പ്രസ്തുത കാലയളവിൽ ഓൺലൈൻ മാധ്യമപ്രവർത്തകർക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും മറ്റ് ദൃശ്യ ശ്രവ്യ മാധ്യമപ്രവർത്തകർക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും എടുത്ത കേസുകളുടെ എണ്ണവും ചോദിച്ചിരുന്നു. ഒപ്പം തന്നെ പ്രസ്തുത കാലയളവിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സർക്കാർ വിരുദ്ധ പോസ്റ്റുകൾ ഇട്ടതിനും ഷെയർ ചെയ്തതിനും മറ്റു വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതിനും രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണവും വർഷം തിരിച്ചുള്ള കണക്കും കെ രമ MLA ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത ആകെ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതും പിൻവലിക്കപ്പെട്ടിട്ടുള്ളതുമായ, കോടതി തള്ളിക്കളഞ്ഞിട്ടുള്ളതുമായ കേസുകളുടെ എണ്ണം എത്രയാണ്? ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കെ രമ MLA സഭയിൽ ചോദിച്ചത്. ഇതിന് കൃത്യമായ വിവരം സർക്കാരിൻ്റെ പക്കലില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഒരുപക്ഷെ സർക്കാർ സഭാരേഖകളിൽ നിന്നും ഇത് നീക്കം ചെയ്യുന്ന, അല്ലെങ്കിൽ സഭാരേഖകളിൽ ഇതിൽ മറുപടി കൊടുക്കാൻ നിർബന്ധിതരാവും എന്തായാലും. കാരണം ഒളിച്ചു വെക്കാൻ പറ്റില്ല. പിന്നെ അതിലെന്തെങ്കിലും കൃത്രിമത്വം കാണിക്കാൻ ഒരുപക്ഷെ സർക്കാരിന് സാധിക്കും.
എന്തായാലും സർക്കാരിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ കെ രമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. അങ്ങനെ ഒളിച്ച് നടക്കാൻ പറ്റില്ല. അത് താമസിപ്പിക്കാൻ സാധിക്കും. സ്വാഭാവികമായും വിവരം ശേഖരിക്കുകയാണ് എന്ന ഒഴിവ് കഴിവ് പറഞ്ഞ് അങ്ങനെ അത് നീട്ടിക്കൊണ്ടുപോകാം. പക്ഷേ അന്തിമമായി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് തയ്യാറാവേണ്ടി വരും. തീർച്ചയായും അനിൽ നമ്പ്യാർ മുഖ്യമന്ത്രിക്ക് ഇതിൽ മറുപടി പറഞ്ഞേ മതിയാവും. കാരണം വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകളുണ്ടാകും. PC വിശ്വനാഥ് അടക്കമുള്ള മാധ്യമപ്രവർത്തകരെതിരെയുള്ള അക്രമങ്ങളും കേസുകളും സംബന്ധിച്ച കാര്യങ്ങൾ PC വിശ്വനാഥ് അടക്കമുള്ളവർ സഭയിൽ ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ വിലക്ക് സംബന്ധിച്ചുമൊക്കെ തന്നെ സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ വിവരങ്ങൾ മറച്ചുവെക്കാൻ മുഖ്യമന്ത്രിക്കാകില്ല. എത്ര നാൾ ഈ കള്ളം മറച്ചുവെക്കും, അല്ലെങ്കിൽ സർക്കാർ ഈ സത്യം എത്ര നാൾ മറച്ചുവെക്കുമെന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ സഭയിൽ ഇതിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നൽകിയേ പറ്റുള്ളൂ. കാരണം ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി അതിന് കൃത്യമായ മറുപടി ലഭ്യമാകണം. DGPയോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടുമെന്നൊക്കെ പിന്നീട് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിലും അത് സംബന്ധിച്ചൊരു വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഈ വിവരത്തിൽ നമുക്കറിയാം ജനൻ TV ഈ അടുത്തിടെ ജനൻ TVക്കെതിരായ കേസുകളിൽ മറ്റു മാധ്യമങ്ങളടക്കം അവിടെ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ട് പോലും ജനൻ TVയുടെ മാധ്യമപ്രവർത്തകർക്കെതിരെ, ജനൻ TVയുടെ റിപ്പോർട്ടർമാർക്കും ഡ്രൈവർക്കും ക്യാമറാമാനും എതിരെ മാത്രം കേസ് ചുമത്തിയത് ജനൻ TVയും ജന്മഭൂമി പത്രവും. ശ്യാം, എൻ്റെ പേരിലും ഒരു കേസുണ്ട് ശ്യാം. എന്തായാലും സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്കെതിരായ കേസിൽ വിവരങ്ങൾ മറച്ചുവെക്കാൻ സർക്കാർ നീക്കം. കെ രമ MLA നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിലവിൽ മറുപടി ലഭ്യമല്ലെന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതായുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മറുപടി. ശ്യാം കങ്കാലിലാണ് വിവരങ്ങൾ നൽകിയത്.